ഹലോ, വെൽക്കം ടു പ്രിയ റസാഖ് യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ പ്രിയ. റസാഖ് എന്തിനാ ആൾക്കൊരു പവറില്ലാത്ത പവറില്ല, ഇന്ന് കുഞ്ഞാവിടെ കാതുകുത്തായിരുന്നു. കാതുകുത്തായിരുന്നു. അതിന്റെ റീല് എടുത്തിട്ടുണ്ട്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് കാണുക. റീല് വന്നിട്ടായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ പോവുക, നമുക്കറിയില്ല അല്ലേ, എങ്ങനെ എന്താണെന്നറിയില്ല. അപ്പോൾ എന്തായാലും ഇന്നായിരുന്നു ആ ഒരു ഫങ്ഷൻ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് വെറൈറ്റി ആയിട്ട് സംഭവം ചെയ്തു. അതെ, വെറൈറ്റി ഇല്ല, ഇപ്പം എല്ലാവരും അങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷെ എന്നാലും നമ്മൾ കുറേ കുട്ടികളുണ്ടായിരുന്നു, 3 കുട്ടികളുണ്ടായിരുന്നു അല്ലേ. നല്ല രസമായിരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എന്താണ്? ഇന്ന് വന്നിട്ടുള്ളത് കുറേ ഇങ്ങനെ സംസാരിച്ചില്ലേ, കുറേ ആയി വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം, നമ്മളിപ്പോൾ സ്കിൻ കെയറിൻ്റെ വീഡിയോസ്, ഐ മീൻ എന്തെങ്കിലും സ്കിൻ കെയർ പ്രോഡക്ട്സ് ഉണ്ടല്ലോ, അത് നമ്മൾ പ്രൊമോഷൻ വീഡിയോസ് ചെയ്യുമ്പോഴും അതിൻ്റെ അടിയിൽ ചില ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇതാണ്, എന്താ കമൻറ്റ്. ഇപ്പോൾ ഏത് പ്ലാറ്റ്ഫോം, ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ എന്താ പറയുക, നമ്മൾ ചുമ്മാ ഇങ്ങനെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാന്ന്. മണി ഈസ് അൾട്ടിമേറ്റ്. നമ്മൾ വെറുതെ അല്ല പ്രൊമോഷൻ ചെയ്യണത്, പൈസയ്ക്ക് തന്നെയാണ് നമ്മൾ പ്രൊമോഷൻ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള സംഭവം തന്നെയാണ് നമ്മളത് പ്രൊമോട്ട് ചെയ്യണത്. പിന്നെ ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് 2 പ്രൊഡക്ട്സാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് വന്നിട്ട് കാമ്യ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റും, അതേപോലെ തന്നെ മറ്റേതെന്തായിരുന്നു MS ഓയിലും അല്ലേ. അത് നമ്മൾ പുതുതായിട്ട് യൂസ് ചെയ്യുന്നതാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫാമിലി ആയിട്ട് ഇപ്പോൾ ഈ MS-ന്റെ സംഭവമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിഡ്സിനൊക്കെ യൂസ് ചെയ്യാം, കമൻറ്റ് ഇതുപോലെ തന്നെ കിഡ്സിനൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കുട്ടികൾക്ക് വരെ അല്ലേ, കുട്ടികൾക്ക് വരെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ്. പിന്നെ ഒന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ഒരു എന്താ പറയുക, ഒരു നമ്മളെ കണ്ടന്റ് കാണുന്ന ആൾക്കാർ എങ്ങനത്തെ ആൾക്കാരാണ്, ഫാമിലി. ഇപ്പം നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും അത് വാങ്ങി ഉപയോഗിക്കാം എന്നുള്ളൊരു ഒരു അങ്ങനെ ബ്രോഡ് ഭയങ്കര ഇതായിട്ട് പാൻ ഇന്ത്യൻ അങ്ങനത്തെ ഓഡിയൻസ് ഒന്നും നമുക്കില്ല. നമുക്ക് ഈ കേരളത്തിലുള്ള മലയാളികളായിട്ടുള്ള വീട്ടമ്മമാരായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട്, വീട്ടച്ഛന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് നമുക്ക് കൂടുതലുള്ളത്, കുട്ടികൾ. അപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു പൈസ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ അങ്ങോട്ട് പറ്റിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് എന്തൊക്കെയോ വാങ്ങി കൊണ്ടുവച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. അപ്പൊ ഈ കാമിയൊക്കെ തോന്നുന്നു ഏകദേശം ഒരു കൊല്ലമായി നമ്മൾ യൂസ് ചെയ്യുന്നു. അവര് തുടങ്ങിയ സമയത്ത് ഇതിന് മുന്നേ അന്ന് അവർക്ക് വേറെ പേരായിരുന്നു. പക്ഷെ ഇപ്പൊ അവര് ബ്രാൻഡ് നെയിം ഒക്കെ മാറ്റിയിട്ട് ഇപ്പൊ ഇങ്ങനെ കാമ്യ എന്നുള്ള പേരിലാണ് ഇതാക്കുന്നത്. പക്ഷെ അന്ന് തൊട്ടിട്ട് അതിന്റെ ഒരു ഫേവറേറ്റ് സംഭവമാണ് കേട്ടോ അത്. ഇപ്പൊ എന്നോട് പല ആൾക്കാരും ഇപ്പൊ കമന്റിലൂടെ തന്നെ ചോദിക്കാറുണ്ട്. അത് പുതിയ പ്രൊഡക്റ്റ് ആണ്. ആ വീഡിയോയിൽ ഞങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ചോദിച്ച പേര് അറിയില്ല. അപ്പൊ ഞാൻ കാക്കുനോട് പറഞ്ഞു, കാക്കുവിന് സ്കിൻ കെയറിനെ പറ്റിയൊന്നും വലിയ ധാരണ ഇല്ലാത്ത ആളാണ്. അപ്പൊ എന്നോട് എന്താ ഞാൻ ഇപ്പൊ പ്രഗ്നന്റ് ആണല്ലോ, അപ്പൊ എന്നോട് അവര് പറഞ്ഞു പ്രഗ്നൻസിയിൽ അത് യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. കാരണം അത് ഒരു സ്കിൻ വൈറ്റനിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, കാക്കുനോട് പറഞ്ഞു യൂസ് ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണം, ഗ്ലോ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, നിങ്ങള് വെളുക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടി ഒന്നും വാങ്ങി തേക്കരുത്. നമ്മുടെ ഡള്ളായ സെല്ലുകളൊക്കെ ഒന്ന് ഉഷാറാവും. നമുക്കൊരു പ്രസരിപ്പ് തോന്നും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതന്നെയാണ് മറ്റേ വെളുക്കാൻ വേണ്ടി തേച്ച അങ്ങനത്തെ ക്രീമൊക്കെ തേച്ച് കഴിഞ്ഞാല് ചിലപ്പോൾ പല അസുഖങ്ങൾ ഒരു കിഡ്നി അടിച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് അങ്ങനെ വരാറുണ്ട്. പ്രൊമോഷൻ ചെയ്യോ അല്ലേ, കുറെ പൈസ ഒക്കെ തരാം പ്രൊമോഷൻ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനത്തെ ക്രീമുകൾ വരാറുണ്ട്. ഹിന്ദിക്കാരൊക്കെ അങ്ങനെ നമുക്ക് പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ അങ്ങനെ നമ്മളെ മെയിൽ ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊന്നും നമ്മൾ എടുക്കാറേ ഇല്ല. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, എത്ര പൈസ കിട്ടിക്കഴിഞ്ഞാലും നമുക്കത് ചെയ്യാം. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ പറഞ്ഞാൽ ഒന്നെങ്കിൽ ബ്രാൻഡുകളായിരിക്കണം, അതായത് ഒരു 4 ആൾ കേട്ടിട്ടുള്ള ബ്രാൻഡ്, അങ്ങനത്തെ നമ്മൾ ചെയ്യും. ഫീഡ്ബാക്ക് ഉള്ള കുറെ ആൾക്കാർ യൂസ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒരു ബ്രാൻഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യും, ധൈര്യമായിട്ട് ചെയ്യാം നമ്മൾ. കാരണം നമ്മൾ മാത്രമല്ല, പിന്നെ അത് പെയ്ഡ് പ്രൊമോഷൻ ആണെന്നുള്ളത് ആർക്ക് കണ്ടാൽ മനസ്സിലാവും. ഇപ്പം നമ്മളൊരു സൺസ്ക്രീൻ എടുത്തിട്ട്, ഇപ്പം അതിന് മുന്നേ നമ്മൾ സൺസ്ക്രീൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പം ഏതായിരുന്നു ബ്രാൻഡ്, ഏതായിരുന്നു വലിയൊരു ബ്രാൻഡിന്റെ ഒരു സൺസ്ക്രീനിന്റെ ഓർമ്മത്തില്ല. അപ്പൊ ആ ഒരു ബ്രാൻഡിന്റെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ ഒരു ഇൻഫ്ലുവൻസർ അങ്ങനത്തെ ഒരു സാധനത്തിന്റെ വീഡിയോ ചെയ്യുമ്പോൾ അത് പെയ്ഡ് പ്രൊമോഷൻ ആണെന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാം.
അല്ലേ? പക്ഷെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാല് നമ്മൾ യൂസ് ചെയ്തിട്ട് നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ മാത്രം നമ്മൾ റിവ്യൂ ചെയ്യുന്നുള്ളൂ. സൺസ്ക്രീൻ ആണെങ്കിലും നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ട് ഞാനിപ്പോ ഇന്നും കൂടെ യൂസ് അത് ഞാനും ഇന്നും കൂടെ യൂസ് ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മളത് വാങ്ങിച്ചിട്ട് ഇവിടെ, കാരണം നമ്മൾ അങ്ങനത്തെ സ്കിൻ കെയർ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരല്ല. വല്ലപ്പോഴൊക്കെയാണ് നമുക്ക് ഈ സ്കിൻ കെയറിന്റെ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ വരാറില്ല. അപ്പൊ ഞങ്ങളുടെ പേഴ്സണൽ യൂസിന് നമ്മളിത് യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ് അല്ലേ? എന്നിട്ടാണ് നമ്മൾ അതിന്റെ റിവ്യൂ ഇതാക്കണതും എന്താ നമ്മൾ വീഡിയോ ചെയ്യണതും. നമുക്ക് എന്തെങ്കിലും സ്കിന്നിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഇതിന് മുന്നേ ഒരു പ്രൊഡക്റ്റ് നമുക്ക് 2 വീഡിയോ ഒക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരു പ്രൊഡക്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പ്രൊഡക്റ്റ് നമുക്ക് 2ാമത്തെ വീഡിയോ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല എന്ന് നമ്മൾ അവരുടെ അടുത്ത് പറയുകയും ചെയ്തു. പിന്നെ ഒരു വീഡിയോ ഓക്കെ നമ്മൾ ആ ഒരു ഇതിനുള്ള രീതിയിൽ നമ്മൾ ചെയ്തു, 2ാമത് നമുക്ക് അവർ പറഞ്ഞ രീതിയിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരോട് പറഞ്ഞ അങ്ങനെ ആ സംഭവം നമ്മൾ ചെയ്തില്ല. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണ്, നമ്മൾ യൂസ് ചെയ്യുന്ന നല്ല പ്രൊഡക്റ്റ് ആണെന്നുള്ളത് ഒരു ധാരണ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ അതിനെ പ്രൂവ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ട് അത് പ്രൂവ് ചെയ്തിട്ട് തന്നെയാണ് നമ്മളത് പരസ്യം ചെയ്യുന്നത്. പിന്നെ വേറെ ആരോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഞാൻ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി ഫെയർ സ്കിൻ ആണല്ലോ, അപ്പോൾ ഞാൻ ഈ വെളുക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും ഞാൻ നിങ്ങൾ വെളുക്ക് കറുത്തവരാണെങ്കിൽ വെളുക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നില്ല. നമുക്കൊരു അച്ഛൻ്റെയോ അമ്മേൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ആരുടെയെങ്കിലും ഒക്കെ ഉള്ളൊരു പാരമ്പര്യം, നമ്മുടെ ജനറ്റിക് ആയിട്ടുള്ളൊരു കളറ് നമുക്ക് ഉണ്ടാവും. അതിലെന്നെ പിന്നെന്താ വെച്ചാൽ നമ്മളെ സ്കിന്ന് ടാൻ, ഇപ്പൊ ഞാൻ ഇതിലാണ്, ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു ബീച്ചിലൊക്കെ പോകുന്ന എന്റെ സ്കിന്ന് ടാൻ അടിക്കും. ആ ടാൻ അടിച്ചിട്ടുണ്ടാവുന്നത് അതിന്റെ ഒറിജിനൽ കളറല്ല, അത് ഞാൻ ഒന്നുകൂടി ഡൾ ആയിട്ടുണ്ടാവും. അപ്പൊ ടാൻ ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റും. അത് ഇതേമാതിരി ഞാൻ പറഞ്ഞത് നമ്മുടെ കേടുന്ന ഉഷാറാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ചില ആൾക്കാർ ടാൻ അടിച്ചിട്ടിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് തേക്കുമ്പോൾ അവർ ടാനൊക്കെ പോകുമ്പോൾ അവർ വെളുക്കും. അപ്പോൾ അവർ വിചാരിക്കും ഞാൻ വെളുത്തു എന്നുള്ളത്. ആക്ച്വലി അവരുടെ ടാന് പോയതായിരിക്കും. അല്ലാണ്ട് അവർക്ക് ദൈവം തന്ന കളറ് മാറ്റാം, ഇപ്പൊ ഒക്കെ മാറ്റാം കേട്ടോ. ഇപ്പൊ മറ്റേ ട്രീറ്റ്മെന്റ് ഉള്ളിൽ കൂടെ ഒക്കെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടൊക്കെ കളർ സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്യണം, അത്രയും പൈസ മുടക്കിയിട്ടൊക്കെ ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട് വെളുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളത്. പക്ഷെ ഇതുമാതിരി എന്തെങ്കിലും ക്രീം വാരി തേച്ച് കഴിഞ്ഞാൽ വെളുക്കും എന്നുള്ളത് നിങ്ങളുടെ വെറും മിഥ്യാധാരണയാണ്. വെളുക്കണ ക്രീം ഉണ്ട്, അതിപ്പോ പറഞ്ഞ മാതിരി നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി വല്ല കൊറിയൻ അങ്ങനത്തെ കൈൻഡ് ഓഫ് ക്രീമുകൾ ഉണ്ടല്ലോ. അതൊക്കെ അത് പറഞ്ഞാൽ വെളുക്കല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. അത് നമ്മുടെ സ്കിന്നിന്റെ തോല് ദ്രവിച്ചിട്ട് ആ ഒരു ദ്രവിച്ച കളർ, നമ്മൾ ഈ പൊള്ളി കഴിഞ്ഞാലൊക്കെ ഒരു ഇതുണ്ടാവില്ലേ, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ പെട്ടെന്ന് ഈ വെളുത്ത് പാറിയ ആൾക്കാരുടെ സ്കിന്നൊക്കെ ഒരു റോസ് പിങ്ക് കളറായിട്ട് ഒരുമാതിരി ഒരു ഇതായിട്ടാവും ഉണ്ടാവുക, ഒരു ബേൺ ആയ മാതിരി ആയിരിക്കും. അപ്പം അത് പൊള്ളി ആ ഒരു സ്കിന്ന് നശിച്ചു പോയിട്ട് വെളുക്കുന്നതാണ്. അപ്പൊ അതല്ല, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, ഈ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്, ഇത് വലിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരും എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും ഇത് അറിഞ്ഞുകൊണ്ട് എല്ലാവരും ചെയ്യുന്നില്ലേ. അതേമാതിരി നമ്മുടെ ചോയ്സാണ്, എല്ലാം അറിഞ്ഞിട്ടും അത് വാങ്ങണോ ഇത് വാങ്ങണോ എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. പക്ഷെ ഞങ്ങൾ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കെമിക്കലുള്ള സാധനങ്ങൾ നമ്മളങ്ങനെ യൂസ് ചെയ്യാറില്ല. ആയുർവേദിക് ആയിട്ടുള്ള മുന്നേ ആണെങ്കിലും നമ്മൾ ആയുർവേദിക് ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് പേഴ്സണലി യൂസ് ചെയ്യാറുള്ളതും. ഇപ്പോഴും നമ്മളിപ്പോൾ പരസ്യം ചെയ്തിട്ടുള്ള സാധനങ്ങളാണെങ്കിലും ആയുർവേദിക് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ എപ്പോഴും ഇനിയിപ്പോൾ ആയുർവേദത്തിന്റെ മാത്രമേ പരസ്യം ചെയ്യുമെന്ന് ചോദിക്കേണ്ട, ഞങ്ങളുടെ ജോലി ഇതാണ്, ഇൻഫ്ലുവൻസേഴ്സ് ആണ്. പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ ഹാംഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണെന്ന് പറയുന്ന സാധനങ്ങളൊന്നും നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. കാരണം നമുക്ക് അതിനാത്രം സ്കിൻ ബ്രൈറ്റനിങ് ക്രീംസിന്റെ ഒക്കെ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് മെയിലും കോണ്ടാക്റ്റും ഒക്കെ നമുക്ക് വന്നതാണ്. പക്ഷെ നമ്മൾ ആ സമയത്ത് അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പറഞ്ഞ പോലെ തന്നെ ബ്രാൻഡായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പെയ്ഡ് പ്രൊമോഷൻ എന്നുള്ള ഒരു ഇതിൽ ലേബലിൽ നമ്മൾ വീഡിയോസ് ചെയ്യും. ബിക്കോസ് നമ്മുടെ ഡ്യൂട്ടി അതായതുകൊണ്ട് അല്ലേ, ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. പിന്നെ അത് വാങ്ങണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരാണ്. പിന്നെ ഇപ്പത്തൊക്കെ എല്ലാവർക്കും അറിയാം, ഇപ്പം ഞാനൊരു ഇത് തേച്ചിട്ടാണ് ഞാൻ വെളുത്തത് എന്ന് ഒരു ഇൻഫ്ലുവൻസർ പറയുന്നുണ്ടെങ്കിൽ പച്ചക്കള്ളായിരിക്കും. കാരണം അല്ലേ, എല്ലാവർക്കും അറിയണ കാര്യമാണ് അത്. അതിപ്പോൾ നമ്മൾ തന്നെ മുന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വിശ്വസിക്കായിരുന്നു. കാരണം മീഡിയാസിന്റെ അത്രയൊരു ഇന്നത്തെ പോലെ കുറേ മീഡിയാസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഓക്കെ ഇവർ തേച്ചിട്ടാട്ടോ ഐശ്വര്യ റായി ഫെയർ ആൻഡ് ലവ്ലി തേച്ചിട്ടാണ് വെളുത്തത് എന്നുള്ള ആ ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, എല്ലാവരും ബുദ്ധിയുള്ള ആൾക്കാരാണ്. അപ്പോൾ ബുദ്ധിപരമായിട്ട് ആലോചിച്ചിട്ട് അവരവരെ സ്കിന്നിന് പറ്റുന്ന സംഭവങ്ങൾ എന്താണെന്നുള്ളത് നോക്കിയിട്ട്, അല്ലെങ്കിൽ അറിയില്ല എന്നാണെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് ചെയ്യുക, അതൊക്കെ ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ ആയുർവേദിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ ഈ പ്രൊഡക്റ്റ് തന്നെ കുറേ ആൾക്കാർ യൂസ് ചെയ്തിട്ട് ഞാൻ കുറേ കാലം യൂസ് ചെയ്തു പക്ഷെ ഞാൻ വെളുത്തില്ല എന്ന് പറയുന്നത്.
അതാണ് പറഞ്ഞത്, നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് എത്ര കാലം യൂസ് ചെയ്ത് നിങ്ങൾ വെളുക്കല്ലേ ചെയ്യണത്. ഇപ്പൊ ഞങ്ങളൊന്നും വെളുക്കാൻ വേണ്ടിയിട്ടല്ല ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണത്. ഇപ്പൊ എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് സ്കിൻ കെയർ ആണ് സ്കിൻ വേണ്ടത്. പ്രൊട്ടക്ഷൻ അത്രേ ഉള്ളൂ. ഞാൻ അത്ര ഉദ്ദേശിക്കുന്നു. അതെ, അതിന് കിട്ടുന്നുണ്ട്. അത് നല്ല ടാൻ ഉള്ള സ്കിൻ ആയിരുന്നു. അപ്പൊ കുറെ ടാന് പോകും. അപ്പൊ വർക്ക് കഴിഞ്ഞ് വന്നാലും ഇപ്പൊ ആ സംഭവം കിട്ടുന്ന മുഖം കഴുകി രാത്രി എന്നാ ഇതൊക്കെ ഇട്ട് കിടന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആ ജാതി ട്രാനൊക്കെ കുറയും. എന്നോട് എന്നും ചോദിക്കും, ഞാൻ നന്നായില്ലേ ഇങ്ങനെ ചോദിക്കും, ഗ്ലോ ഒന്നുമില്ല നിക്കാൻ തോന്നലുണ്ടേ. അപ്പൊ സംഭവം നല്ലതാണ്. ഞങ്ങൾക്ക് ഇഷ്ടമാണ് പേഴ്സണലി. ഇപ്പൊ അവരും നമ്മുടെ അടുത്ത് മെസ്സേജ് അയക്കുന്ന പറയും ആൾക്കാർ എന്താ പറയുന്നതല്ല, പക്ഷെ എനിക്കിഷ്ടമാണ് പേഴ്സണലി നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്നാണ് ഞാൻ പറയാറുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ അവരൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ, അത് ഇപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുകയാണ് എന്നിട്ട് ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അത് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. കാരണം പക്ക ആയുർവേദിക്കാണ്. എന്താ ഉരുക്ക് വെളിച്ചെണ്ണയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുന്നതാണ്, തേങ്ങാപ്പാലിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സംഭവമാണത്. അപ്പോൾ സ്കിൻ കെയറിന് വേണ്ടിയിട്ടാണ്. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഡെലിവറി ഈ പ്രഗ്നൻസി ഇതിൽ പോലും എനിക്ക് എൻ്റെ സ്കിന്ന് നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്കിൻ കെയർ ചെയ്യണോണ്ട് തന്നെയാണ്. അപ്പോൾ എന്താണ്, സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഒക്കെ യൂസ് ചെയ്യണത്, അല്ലാണ്ട് വെളുക്കാൻ വേണ്ടിയിട്ട് അല്ല. അതെ, അത് മനസ്സിലാക്കിയിട്ട് കമന്റുകൾ ചെയ്യുക. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ ആളുകൾക്ക് പ്രശ്നങ്ങൾ പറ്റാതിരിക്കട്ടെ എന്ന മൈൻഡിലാണ് സെലക്റ്റീവായിട്ട് പരസ്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന പരസ്യം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും പറ്റില്ല, ഉറപ്പാണ്. ഞങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാലായിരിക്കും അപ്പോൾ ഞങ്ങൾക്ക് പറ്റുള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ. അല്ല, ഞാൻ കാര്യം ആലോചിക്കുന്നത്, ഞങ്ങൾക്ക് ഇതുവരെ പ്രൊമോഷൻ ചെയ്യാൻ കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്ട്സ് നമ്മളിപ്പോൾ ഹെയർ ഓയിൽ ആണെങ്കിലും വേറെ എന്ത് സംഭവമാണെങ്കിലും നമ്മൾ കളഞ്ഞിട്ടില്ല. നമ്മളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. പിന്നെ ഒരു പ്രൊഡക്റ്റ് കളഞ്ഞിട്ടുണ്ട്, അത് ഇതുവരെ ഒരു ഹിന്ദിക്കാരി അയച്ചിട്ടുള്ള ഒരു തടി കുറയാനുള്ള ഒരു മരുന്ന്. അങ്ങനെയല്ല, നമുക്കത് ഓക്കെ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിക്കല്ല, അത് അവര് സെൻഡ് ചെയ്തു. ആ സമയത്താണ് ഈ സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് കുറെ വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ തന്നെ നമ്മൾ അവരോട് പറഞ്ഞു അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ നമ്മള് ബ്ലോക്ക് ആക്കി ആ പ്രൊഡക്റ്റ് എടുത്ത് കളയുകയും ചെയ്തു. ഒരു 12,000 രൂപ വില വരുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു അത്. ഉള്ളിലേക്ക് കഴിക്കുന്ന ഒരു സാധനമായിരുന്നു അത്. അപ്പൊ അത് നമ്മള് കളയുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് അങ്ങനെ നിങ്ങൾക്ക് ഹാനികരമായിട്ട് വരുന്ന സംഭവം നമ്മള് പ്രൊമോട്ട് ചെയ്യില്ല. ഇപ്പൊ എത്ര ലക്ഷം തരാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരു മനുഷ്യജീവൻ ഒരു പ്രശ്നം പറ്റുന്ന ഒരു സാധനം നമ്മൾ പ്രൊമോട്ട് ചെയ്യില്ല. അപ്പൊ നമുക്ക് പറയാനുള്ളത്, അപ്പോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ? അതെ, അപ്പോ ഇത്രേ പറയാനുള്ളൂ. ബൈ ബൈ.